ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരിയായ മലയാളി യുവതി ആൻ ടെസ ജോസഫ് നാട്ടിലെത്തി. നടപ്പിലായത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ വിവരം വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. കപ്പലിൽ 17 ഇന്ത്യക്കാരാണ് ആകെയുള്ളത്. ഏക വനിതയായിരുന്നു ടെസി. മറ്റു 16 പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകി. ഇവരിൽ 4 പേർ മലയാളികളാണ്. ഇറാനിൽ ഇന്ത്യയുടെ മഹത്തായ പ്രവൃത്തി. ആൻ ടെസ ജോസഫ് നാട്ടിലെത്തി. നാട്ടിലായാലും വിദേശത്തായാലും എപ്പോഴും മോദിയുടെ ഗ്യാരണ്ടി പ്രവർത്തിക്കും എന്നാണ് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചത്. കപ്പലിൽ കുടുങ്ങിപ്പോയ മലയാളികളെ തിരിച്ചുകൊണ്ടുവരാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയിരുന്നു. കത്തിൽ ആൻ ടെസ ജോസഫിന്റെ പേരില്ലാതിരുന്നത് വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് തന്റെ മോചനം സാധ്യമാക്കിയതെന്ന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ 4 മലയാളി ജീവനക്കാരിൽ ഒരാളായ ആൻ ടെസ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരികെ നാട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ആനിന്റെ പ്രതികരണം. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തുടർന്ന് കോട്ടയത്തും എത്തിയത്. പെൺകുട്ടി എന്ന പരിഗണന കൊണ്ടാവാം ആദ്യം തന്നെ മോചിപ്പിച്ചതെന്ന് ആൻ ടെസ പറയുന്നു. ഇന്നുവരെ അറിയാത്ത കാണാത്ത നിരവധി പേരുടെ സഹായം ലഭിച്ചു. കപ്പൽ പിടിച്ചെടുത്തവരിൽ നിന്ന് മാന്യമായ പെരുമാറ്റമാണ് ഉണ്ടായത്. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും സൗകര്യം നൽകി. കപ്പലിലുള്ള മലയാളികളടക്കം എല്ലാവരും സുരക്ഷിതരാണ്. ഇനിയും കപ്പലിലെ ജോലി തന്നെ തുടരണം. ഏറെ ആഗ്രഹിച്ച് നേടിയ ജോലിയാണെന്നും ആൻ പറയുന്നു. ആൻ ടെസയുടെ മോചനത്തിന് പിന്നാലെ കപ്പലിലെ 16 ഇന്ത്യക്കാരായ ജീവനക്കാരെ മോചിപ്പിക്കാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി വിശദമാക്കി. കപ്പലിൽ മൊത്തം 25 ജീവനക്കാരാണുള്ളത്. വയനാട് സ്വദേശി PV ധനേഷ്, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് മറ്റ് മലയാളികൾ.